PSLV C-62 വിക്ഷേപണവുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിലേക്ക് പോവുകയാണ്. പ്രഖ്യാപനം വൈകുന്നുണ്ട്, ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ചെയർമാൻ സംസാരിക്കുന്നുണ്ട്. Roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. Thank you. അപ്പോൾ ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ആ സഞ്ചാര പഥത്തിൽ ചെറിയൊരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. KV ശ്രീധരനും അഞ്ജലിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ശ്രീധരനിലേക്ക് പോവുകയാണ്. ശ്രീധരൻ, മൂന്നാം ഘട്ടത്തിലാണ്, ആ രണ്ടാമത്തെ ഘട്ടം അതിന്റെ പ്രഖ്യാപനവും കയ്യടികളും ഒക്കെ നമ്മൾ ആ സമയത്ത് കേട്ടതാണ്. പക്ഷേ മൂന്നാമത്തെ പ്രഖ്യാപനം അതിലാണ് വൈകിയത്. ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ISRO ചെയർമാൻ അത് സംബന്ധിച്ച വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകും. ഏതായാലും നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഖര ഇന്ധനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. അവിടെയാണ് ഇത്തവണയും പ്രശ്നമുണ്ടായിരിക്കുന്നത്, പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണയും, അതായത് C-61 അതായത് PSLVയുടെ കഴിഞ്ഞ വിക്ഷേപണത്തിലും ഈ സമാനമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. സാധാരണയായി ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ കുറവാണ്. ഈ 62 വിക്ഷേപണം നടത്തിയതിൽ 2 or 3 തവണ മാത്രമേ PSLV വിക്ഷേപണം അത് പരാജയപ്പെട്ടിട്ടുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ഇത്തവണയും ആ മൂന്നാം സ്റ്റേജിലാണ് പ്രശ്നം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൗത്യം പൂർണ്ണ വിജയമില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ISROയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതായത് പരാജയം എന്ന് പറയുന്നില്ല, പൂർണ്ണ വിജയം അല്ല എന്നുള്ള ഒരു കാര്യമാണ് ISRO അപ്ഡേറ്റ് ചെയ്യുന്നത്. ഏതായാലും ഈ തകരാറുകളൊക്കെ പരിഹരിച്ച് ആ റിപ്പോർട്ടുകൾ നോക്കി എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ISROയുടെ സാധാരണയുള്ള ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാലുള്ള പതിവ്. ഏതായാലും അപ്പോഴും എടുത്ത് പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദൗത്യം പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അതിനൊക്കെയുള്ള മുറവിളി കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പല ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ ഇത് വിശദീകരിച്ച് അത് പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ദൗത്യം പരാജയപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ISROയെ സംബന്ധിച്ച് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾ അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനൊക്കെ ISROയെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതി ഇന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ വിക്ഷേപണവും അതിൻ്റേതായുള്ള പ്രാധാന്യത്തിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തകരാറുണ്ടായാൽ ആ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു കയറുന്ന ഒരു രീതി ISROയ്ക്കുണ്ട്. ഏതായാലും ഇത്തവണ ചെറിയ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദൗത്യം പൂർണ്ണമായിട്ട് ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം തന്നെയാണ് ISRO ചെയർമാന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് വൈകാതെ തന്നെ ISROയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങുണ്ടായും. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ ദൗത്യം പൂർണ്ണമായി ലക്ഷ്യം കണ്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നു അതാണ് ISRO ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് കാരണം എന്നത് ഉൾപ്പെടെയുള്ളത് അത് പഠിക്കുകയാണ്, വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാം ഘട്ടത്തിലാണ് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. KV ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.